കോട്ടയത്ത് ഇന്ന് രാവിലെ കൊല്ലപ്പെട്ട വ്യവസായി ദമ്പതികളുടെ മകൻ കഴിഞ്ഞ ഏതാനും വർഷം മുന്നേ കൊല്ലപ്പെട്ടിരുന്നു. ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. അന്ന് കുടുംബത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ അസഫ് അലി ഇപ്പോൾ 24 ചേരുകയാണ്. പിന്നീട് കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെട്ട് മുന്നോട്ട് വന്നിരുന്നു. അന്ന് CBI അന്വേഷണം ആവശ്യപ്പെടാനുള്ളൊരു മെറിറ്റ് എന്തായിരുന്നു? മകൻ രാത്രി ഒരു 8 മണിക്ക് അമ്മയെ വിളിച്ച് പറയുന്നു, അമ്മയെ ഭക്ഷണം എന്തോ പോകണോ വേണ്ടെന്ന് പറയുന്നു. പിന്നെ മകൻ വീട്ടിൽ തിരിച്ചു വരുന്നില്ല. രാവിലെ ഈ ഇപ്പോൾ കൊല്ലപ്പെട്ട വിജയകുമാർ പോലീസിൽ പരാതി കൊടുക്കുന്നു, മകനെ കാണുന്നില്ല. റെയിൽവേ കാരിത്താസ് ഹോസ്പിറ്റലിന്റെ അടുത്ത് റെയിൽവേ ട്രാക്കിൽ അദ്ദേഹത്തെ കാണുന്നു, ട്രാക്കിന്റെ സൈഡിൽ. കുറച്ച് കഴിഞ്ഞപ്പം പോലീസ് നോക്കുമ്പോഴാണ് 204 മീറ്റർ വിട്ടിട്ട് അദ്ദേഹത്തിന്റെ കാറ് നിറയെ രക്തമാണ്, പൂൾ ഓഫ് ബ്ലഡ്. അത് പോലീസ് അന്വേഷിച്ചിട്ട് പറഞ്ഞു, ഇത് സ്വയം ഉണ്ടാക്കിയ ആത്മഹത്യയാണ്, സ്വയം വരുത്തിയ പരിക്കുകൾ മൂലമുണ്ടാക്കിയ ആത്മഹത്യയാണ്. ഇവിടെ CBI അന്വേഷണത്തിന് കൊടുത്തപ്പോൾ ഹൈക്കോടതി IGയെ സ്വമേധയാ കക്ഷി ചേർത്തു. IGയോട് കേസന്വേഷണത്തിന് ആവശ്യമായ നിർദ്ദേശം കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. നിർദ്ദേശം കൊടുത്തു. ആ നിർദ്ദേശങ്ങളൊന്നും പാലിക്കാതെ ആത്മഹത്യയാണെന്ന് പറഞ്ഞ് കുറ്റപത്രം കൊടുത്തു, റഫർ റിപ്പോർട്ട് കൊടുത്തു. അതിനെ ചാലഞ്ച് ചെയ്തുകൊണ്ട് വീണ്ടും നമ്മൾ അമെൻഡ് ചെയ്തു, ഹർജി ഭേദഗതി ചെയ്തു. CBI അന്വേഷണം ഈ റഫർ റിപ്പോർട്ട് റദ്ദാക്കണമെന്നും CBI അന്വേഷണം വേണമെന്നും പറഞ്ഞു. അപ്പോൾ കേരള ഹൈക്കോടതി അത് വളരെ ത്രെഡ്ബെയർ പരിശോധന നടത്തിയിട്ട് പറഞ്ഞു, ഇതൊരിക്കലും സ്വയം വരുത്തിയ പരിക്കാവില്ല. കാരണം കഴുത്തിന് വളരെ ആഴത്തിൽ ഉള്ള ഒരു മുറിവ് ഒന്നിൽ കൂടുതൽ സ്വയം വരുത്താൻ പറ്റില്ല. ആ CBI അന്വേഷണത്തിന് ഉത്തരവിറക്കി 2 മാസമായിട്ടേ ഉള്ളൂ. അപ്പോഴാണ് ആ കേസ് നടത്തിയ, ആ കേസിന് വേണ്ടി നിയമ പോരാട്ടം നടത്തിയ മാതാപിതാക്കളെ ഇന്ന് കൊല്ലപ്പെട്ടതായി കാണുന്നു. കോടതി ഇഴകീറായി പരിശോധിച്ചാണ് ഇതൊരു കൊലപാതകമാകാമെന്ന നിഗമനത്തിലത്. പക്ഷെ പോലീസിന്റെ അന്വേഷണം അതിൽ കൃത്യമായി മുന്നോട്ട് പോയിരുന്നു. അതുകൊണ്ടാണ് CBIയിലേക്ക് പോയത്. പോലീസ് അന്വേഷണം പിഴച്ചത് കൊണ്ടാണ് കേരള ഹൈക്കോടതി CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞ് CBI അന്വേഷണത്തിന് ഉത്തരവിറക്കിയത്. ഇപ്പം ഈ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു ദുരൂഹത സംശയിക്കേണ്ടതുണ്ടോ? പോലീസ് അന്വേഷിക്കേണ്ട കാര്യമാണ്, നമുക്കെന്ന് പറയാൻ പറ്റും. അതുമായി ബന്ധപ്പെട്ട ആശങ്ക കുടുംബം നേരത്തെ അറിയിച്ചിരുന്നോ? ഏതെങ്കിലും തരത്തിലൊരു കൊലപാതകമാണെന്നുള്ള ആശങ്ക അറിയിച്ചിരുന്നു. ശത്രുക്കളും അങ്ങനത്തെ ഏതെങ്കിലും ആശങ്ക? ഇത് ദുരൂഹമായിട്ടുള്ള സാഹചര്യത്തിൽ നിന്ന് അന്വേഷിക്കപ്പെടേണ്ട ഈ കേസും പഴയ കേസും അന്വേഷിക്കേണ്ടതാണ്. 2 കേസും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അന്ന് കുടുംബത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ അസഫ് അലിയാണ് ഇപ്പോൾ 24 ചേർന്നിരിക്കുന്നത്. 2 കേസും കൃത്യമായ അന്വേഷണം മുന്നോട്ട് പോകണമെന്നാണ് ഇപ്പോൾ അഭിഭാഷകൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിതിൻ അംബുജൻ, 24, കൊച്ചി.